സൗർ ഗുഹ അടങ്ങുന്ന മലയാണിത്. ഞങ്ങൾ 8 ആൾ ഇന്ന് രാവിലെ ഇത് ഒന്ന് കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടതാണ്. ഇപ്പോൾ 5:40 പ്രവാചകൻ ഹിജ്റ പോകുന്ന സമയത്ത് ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി കഴിച്ചുകൂട്ടിയ സൗർ ഗുഹ ഈ മലയുടെ മുകളിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെ മകൾ അസ്മാ ബിൻത്ത് അബൂബക്കർ ഇങ്ങോട്ട് ഭക്ഷണം എത്തിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ കാണാം. ഏകദേശം 2 മണിക്കൂറോളം ഞങ്ങൾ എത്ര സ്ത്രീകളാണ്? 3 സ്ത്രീകളും 5 പുരുഷന്മാരും അടങ്ങുന്ന സംഘം കയറാൻ തുടങ്ങുകയാണ്. ഇത് ഇന്നലെ നമ്മൾ ഹിറാ ഗുഹ കയറിയ പോലെയല്ല. ഇവിടെ സ്റ്റെപ്പൊന്നുമില്ല. അങ്ങനെ തന്നെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. ആളുകൾ കയറി ഒരു ചവിട്ടുവഴി ഉണ്ടായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് നോക്കി അങ്ങനെ കയറുവാണ്. ഇതാ ഇപ്പോൾ ഞങ്ങൾ മലയുടെ ഏകദേശം ഈ ഭാഗത്തെത്തി. ഇപ്പോൾ ആ ബിൽഡിംഗ് കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മളെ കാർ പാർക്ക് ചെയ്തിട്ടുള്ളത്. കാർ പാർക്ക് ചെയ്തിട്ട് എന്ന് പറയാൻ പറ്റില്ല, ടാക്സി വിളിച്ച് പോകുന്നതാണ്. അയാൾ പോയി കാണും. ഇനി അങ്ങോട്ട് വേറെ ടാക്സി വിളിച്ച് പോകണം ഇൻഷാ അല്ലാ. കണ്ടോ, അവിടെ ഒരു പാകിസ്ഥാനി ഇരിക്കണ്ടില്ലേ? അങ്ങനെ ഓരോ വളവിലും ഓരോ പാകിസ്ഥാനികൾ വെറുതെ യാചകരായിട്ടിരിക്കുന്നുണ്ട്. നല്ല തണ്ടും തടിയുള്ള ഒരൊറ്റ രോമം പോലും നരക്കാത്ത പാകിസ്ഥാനികളാണ്. ഇവർ പറയണത് എന്താ വെച്ചാൽ ഈ വഴിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് 1 റിയാൽ 2 റിയാൽ തരുമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത്. ഈ മലന്മാർ തന്നെയാണ് അവർ താമസിക്കുന്നത്, റൂമൊന്നുമില്ല. വാലൈക്കും സലാം. അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സ്റ്റെപ്സൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? പാകിസ്ഥാനികളാണ്. അത് അവർ തന്നെ ആയിരിക്കും, കാരണം വേറെ ആരും അതിന് കിട്ടില്ല. കാരണം എന്താ പറയുക, സൗദി ഗവൺമെൻറ് ഇത് പ്രോത്സാഹിപ്പിക്കണില്ല. ഈ 2 ആളല്ലേ ഇതുപോലത്തെ ആളുകളെ ഒരു മാസങ്ങളായിട്ട് ഇവിടെ താമസിക്കല്ലേ? കാരണം ഇവിടെ ആരാധനയുടെ ഭാഗമായിട്ട് ഒരു കർമ്മം ഇവിടെ നിർവഹിക്കാനില്ല. കണ്ടോ, പാകിസ്ഥാനിൽ ഇരിക്കണ്ടല്ലേ? അതെ, ജസ്റ്റ് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം. എന്താ ഷമ്മാസേ, വലിമുട്ടിയോ? വീഡിയോ വരും കേട്ടോ. അതൊക്കെ ഏകദേശം 40% ആയി തോന്നുന്നു. ആ സമയത്തൊന്നും ഇരുന്നതാണ് കേട്ടോ. ഇവിടെ ഇരിക്കാതെ പോകാൻ കഴിയില്ല. ഇത് കയറി അടങ്ങൂ എന്ന ദൃഢനിശ്ചയവുമായിട്ട് 2 പേര് വരുന്നുണ്ട്. കയറിയിട്ടേ ഇരിക്കൂ. അതൊക്കെ നമ്മൾ മടങ്ങുമ്പോൾ വാങ്ങാം. വാപ്പസായക്കെ इंशाल्लाह इंशाल्लाह पानी अब हमारा बैग में से സംസം നെയ്യ് നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കൂ. അല്ലാതെ ഇവിടെ വീഡിയോ എടുത്തിട്ട് എന്ത് കാര്യം എന്നാ പോലും ചോദിക്കണേ. പാനിയോ ചായയോ അല്ലാതെ വീഡിയോ എടുത്തിട്ട് ഒരു കാര്യം ഞങ്ങൾക്കില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കുമോ, അല്ലാതെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം? എന്ത് പൈസ കഴിഞ്ഞോ? ക്ഷണിച്ചോ? ഞാൻ നേരത്തെ പറഞ്ഞ സംഗതികൾക്ക് തെളിവ് കേട്ടോ. സ്റ്റെപ്പ് ബനായ വീഡിയോ പാകിസ്ഥാനികൾ സ്റ്റെപ്പ് കെട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞേ, നേരത്തെ പറഞ്ഞല്ലേ. മക്ക ഹറമിന് മുന്നിലുള്ള ക്ലോക്ക് ടവർ ഇവിടുന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. കണ്ടോ, ക്ലോക്ക് ടവറാണ് കാണാൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാനി. അവിടെ സ്റ്റെപ്സ് ഉണ്ടാക്കി അവിടുന്ന് കാശ് ചോദിക്കുകയാണ് എല്ലാവരോടും. നല്ല കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. ഇറാ ഗുഹ കയറുന്നതിൻ്റെ ഒരു 2 ഇരട്ടി പ്രയാസം ഉണ്ടാവും. ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. ചൈനക്കാരാണ് ഇവിടെ കൂടുതൽ. ചൈന, ടിബറ്റൻസ് ഉണ്ടാവില്ല. ടിബറ്റൻസ് വളരെ
കുറച്ച് മുസ്ലിങ്ങളാണുള്ളത്. നല്ല കാറ്റാണ്, വെയിൽ കുറവുണ്ട്. വെയിൽ കുറവല്ല, ഈ മലയുടെ ഒരു മറവുള്ളതാണ്, ഈ പാറക്കെട്ടുകളുടെ മറവുള്ളത് കൊണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ മറവുള്ളത് കൊണ്ട് സൂര്യൻ ഡയറക്റ്റായിട്ട്, തണലുണ്ട്, ഡയറക്റ്റായിട്ട് നമ്മളെ മേത്ത് പതിക്കുന്നില്ല. വെയിൽ നല്ല കാറ്റാണ്. ഹിറാ ഗുഹ കയറിയ ഒരു 2 ഇരട്ടി ആയാസമുള്ളൊരു ജോലിയാണിത് കേട്ടോ. കണ്ടോ, ചൈനക്കാരൊക്കെ ഇരിക്കണ്ടല്ലേ. ചൈന പാകിസ്ഥാനികൾ ഇവിടെയൊക്കെ കൈക്കോട്ടും പിടിച്ച് നിൽപ്പുണ്ട്. നമ്മളെ കാണുമ്പോൾ അവരിങ്ങനെ പണിയെടുക്കും. നമ്മളെ കാണുമ്പോഴല്ല, ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും. ഒരു അഴിഞ്ഞ പണി എങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ ഒതുക്കൊക്കെ അവർ കിട്ടിയതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കയറാൻ എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് ഏക്രിയാൽ തരണം എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെ കണ്ടോ എടുത്ത് നിൽക്കണ്ടോ. ഒരു ഷൂട്ട് ചെയ്ത പോലെ ചീത്ത അറിയാതെ എടുക്കണം. അല്ല, വീഡിയോ എടുക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. ഓരോ 50 മീറ്റർ 100 മീറ്റർ ഇടവിട്ടും പാകിസ്ഥാനികളുണ്ടാവും. ഓരോ ഷവലും പിടിച്ച് നിൽക്കണം. ഷവൽ കോരി ഉണ്ടല്ലോ, കോരി ഒരു ഹാമർ ഒരു ബ്രഷൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണ്ടാവും. എന്നിട്ട് ശരിക്കും അവരുണ്ടാക്കിയ തന്നെയാണ് ഇത് കേട്ടോ. ഇതൊന്നും ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല. ആരെങ്കിലും ഒരാൾ നിർമ്മിക്കാതെ ഇപ്പോൾ ഇതിങ്ങനെ വരില്ലല്ലോ. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാവില്ല, കാലങ്ങളായിട്ടുണ്ടാക്കിയതായിരിക്കും. അവരുടെ വാപ്പയും വാപ്പാൻ്റെ വാപ്പയൊക്കെ ഉള്ള കാലത്ത് തന്നെ ഉണ്ടാക്കിയതായിരിക്കും. കുറേശ്ശെ ഇങ്ങനെ ഉണ്ടാക്കി വരിക. അങ്ങനെ നമ്മൾ സൗർ ഗുഹ കാണാറായിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. ഇതാണ് ശത്രുക്കളെ കാഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹിജ്റ പോകുന്ന സമയത്ത് നബിയും അബൂബക്കർ സിദ്ദീഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടെ ഒളിച്ചിരുന്ന സൗർ ഗുഹ. അതിനകത്തേക്ക് വഴികളുണ്ട് കണ്ടോ. അതിനകത്ത് നിസ്കരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കണ്ടോ. ശരിക്കൊരു ഗുഹ തന്നെയാണ്. നബിയും അബൂബക്കർ സിദ്ദീഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടെ ഒളിച്ചിരുന്ന സൗർ ഗുഹയാണ്. KNMന്റെ നേതൃത്വത്തിൽ 27-ാം തീയതി കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ഉംറ സംഘത്തിൻ്റെ സൗർ ഗുഹ വിസിറ്റാണ് ഇന്ന്. ഇവിടെ മുസല്ലയൊക്കെ വിരിച്ച് നമസ്കരിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഇത് 2 മലയാളികളാന്ന് തോന്നുന്നു. എവിടെയാ? കേരളത്തിലെവിടെയാ? ആലപ്പി. ഞങ്ങൾ മഞ്ചേരിയ. ഇതാണ് സൗർ മലയിലെ സൗർ ഗുഹയിലെ കാഴ്ചകൾ. ഇനി ഏകദേശം 1 മണിക്കൂർ ഇവിടെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇൻഷാ അല്ലാഹ് തിരിച്ചിറങ്ങും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.